അവർ 1-1.10 ചോദിക്കും. നമ്മളൊക്കെ ഒരു 1,00,000 അകത്ത് ഒരു 85-90 അങ്ങനെയൊക്കെ മേടിക്കുന്ന രീതിയിലുള്ള ഫാമിന്റെ ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു ഓപ്ഷനാണ്. തൈലേരിയ ഉള്ള പശു എടുക്കണമെങ്കിൽ ഏത് ബ്രോക്കർ വന്നാലും ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പറയണം. ഇവിടെ പശുവിനെ പിടിച്ചിട്ട് ഇങ്ങനെ അകത്ത് അമിത്തി നോക്കിയാൽ ഒരു ചെറിയ ഒരു ബോളി പോലെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നോക്കിയെടുക്കണം. ഈ മടി ഉണ്ടല്ലോ ഏട്ടാ, ഈ മടി ഈ കാലിന് മൂട്ടിന് മേലോട്ട് ഉണ്ടാകണം. ശരി. ഈ പശു എത്ര കറക്കണം പറഞ്ഞാൽ ഒരു 2 നേരം കൂട്ടി ഒരു 22 ലിറ്റർ കറക്കണ കപ്പാസിറ്റി ഉണ്ടാകും. ശരി. പക്ഷെ ഇതേ പശുവിനെ വന്നിട്ട് 30 ലിറ്റർ കിട്ടും, 35 ലിറ്റർ കിട്ടും പറഞ്ഞ് കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഈ പശുവിന്റെ കപ്പാസിറ്റി ഇത്ര തന്നെ. പശുവിന്റെ അകടെന്ന് പറഞ്ഞാൽ നമ്മള് നല്ല തൂങ്ങിയുള്ള അകട എടുത്താ നിങ്ങൾ മെഷീൻ വെക്കാൻ പറ്റില്ല. അത് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ വന്നിട്ട് ഈ അടച്ച മടി പിന്നെ മൂട്ടിന് മേലോട്ടുള്ള മടി മാത്രം എടുക്കണം. കറക്റ്റ് ആയിട്ട് എടുക്കുന്നത് അത്. പിന്നെ ചോത്തുമടി എന്ന് പറയും. ചോത്തുമടി പിന്നെ വന്നിട്ട് എങ്ങനെ പറയുക, തൊങ്കുമടി എന്ന് പറയും. അതൊക്കെ എടുക്കാൻ പാടില്ല. അത് കറന്ന് വിട്ടാലും അകട അങ്ങനെ തന്നെ ഉണ്ടാകും. അങ്ങനെ ഉള്ളത് എടുത്തിട്ട് കാര്യമില്ല. ഒന്നാമത് വെയിറ്റ് കൊണ്ട് ആ പശു നടക്കാനേ ബുദ്ധിമുട്ടില്ല. പാല് എല്ലാ കേരളത്തിലുള്ള ആൾക്കാരുടെ കൂടുതൽ അവർ ആലോചിച്ചിട്ട് പറഞ്ഞ എന്താന്ന് പറഞ്ഞാൽ അകട് വെള്ളിയതായിട്ടുണ്ടെങ്കിൽ അത് മുഴുവതും പാലുണ്ട് അങ്ങനെ പറഞ്ഞ ആൾക്കാർ കൂടുതൽ. പക്ഷെ അങ്ങനെ എടുക്കാൻ പാടില്ല. അടച്ച മടി കറന്ന് വിട്ടാ അവിടെ അകട് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഇത്ര വലുപ്പത്തിലെ അകട് അങ്ങനെ ചുരുങ്ങി പോണം. അങ്ങനെ ഉള്ള അകട് എടുത്താൽ പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു 4ാമത്തെ ലാക്ടേഷൻ. ഇതിനെ വന്നിട്ട് വര നിങ്ങൾ കാണാൻ പറ്റില്ല. കൊമ്പൊക്കെ ചെത്തി കളിച്ചിട്ട് പല്ലൊക്കെ ചേർന്നിട്ടുണ്ടാകും. അതിന്റെ പ്രായം ക്വാളിറ്റി അനുസരിച്ച് അതിന്റെ വില 22 ലിറ്റർ കിട്ടും. പശു നല്ല അത്യാവശ്യ ഹൈറ്റ് വെയിറ്റ് ഉള്ളൂ, നല്ല ബോഡി വെയിറ്റ് ഉള്ള വൈകി. ഇപ്പൊ നിങ്ങൾ ഒത്തിരി എല്ലാ ഫാമിലും നിങ്ങൾ പോയി നോക്കിയാലും കുറച്ച് വന്നിട്ട് ഒരു സെക്കൻഡ് ലാക്ടേഷൻ കാണുന്നത് 3ാമത്തെ 4ാമത്തെ ലാക്ടേഷൻ തന്നെ വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം പറഞ്ഞാൽ അപ്പൊ തന്നെ അത് പാല് കിട്ടും. ഇപ്പൊ കന്നിപ്പേരിലെടുത്താൽ ഇതേ പശു കന്നിപ്പേരിലെടുത്താൽ ഒരു 15 ലിറ്റർ പാല് കിട്ടും. സെക്കൻഡ് ലാക്ടേഷൻ ഒരു 17 കിട്ടും. 3ാമത്തെ ലാക്ടേഷൻ ഒരു 20-22 ഇങ്ങനെ കിട്ടും. അങ്ങനെ ഒരു 4-5 അങ്ങനെ കയറി പോകുമ്പോൾ പാല് കയറി കിട്ടുന്ന ഒരു ചില ആൾക്കാരുടെ ആലോചന ഉണ്ട്. പക്ഷെ വന്നിട്ട് അങ്ങനെ ഇല്ല. പ്രായം കൂടുമ്പോൾ പാല് കുറയും. പശു എടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഈ കാല് മൂട്ട് കണ്ട, അതായത് ഇപ്പുറത്ത് നോക്കട്ടെ, ഈ കാല് ഏത് പ്രശ്നമില്ലാത്ത രീതിയിൽ നോക്കണം. ഈ കാല് ബാക്ക് സൈഡ് കാല് പ്രശ്നമില്ലാത്ത രീതിയിൽ നോക്കണം. പശു അതിന്റെ ബോഡി വെയിറ്റ് വന്നിട്ട് അങ്ങനെ നിർത്തിയാൽ അങ്ങനെ തന്നെ നിൽക്കണം. ഇങ്ങോട്ട് കാല് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് അങ്ങനെയൊക്കെ നോക്കിയെടുക്കാൻ പറ്റില്ല. പിന്നെ വന്നിട്ട് ഇതൊക്കെ പ്രശ്നമില്ല. തോള് സ്കിന്നിന്റെ പ്രശ്നം ഇതൊക്കെ പ്രശ്നമില്ല. പിന്നെ വന്ന് തൈലേരിയ ഈ ഒരു ചില പ്രശ്നങ്ങൾ വന്ന് പശുവിന് ഏത് പ്രശ്നം ഉണ്ടെങ്കിൽ പശുവിനെ ഉടമസ്ഥൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ബ്രോക്കർ ഫീൽഡിലുള്ള ആൾക്കാർ ഇത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ തന്നെ ഒരു കണ്ടിന്യൂ ആയിട്ട് കച്ചവടം കിട്ടും. ഇത് പറയാതെ ഒരു ചില ആൾക്കാർ ചെയ്യുന്നുണ്ട്, പറ്റിക്കുന്നുണ്ട്. അതുപോലെ അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വന്നിട്ട് പശുവിനെ ഉടമസ്ഥനെ ആരും കുറ്റം പറയത്തില്ല. പശു മേടിച്ചുകൊണ്ടും ബ്രോക്കർ തന്നെ കുറ്റം പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പൊള്ളാച്ചി പോണ്ട. ഇപ്പൊ ഞാൻ പൊള്ളാച്ചിയിൽ താമസിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തിലും പശു എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഏതോ ഒരു ബ്രോക്കർ പൊള്ളാച്ചിയിൽ വന്നിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പൊള്ളാച്ചി പോയാൽ ആ പശുക്കൾ വന്നിട്ട് ചരിയില്ല, ആ പശു ചത്തുപോകും. ആ പശുക്കളുടെ പ്രശ്നം ഇവിടെ എടുക്കണ്ട, പിടിക്കണ്ട, അങ്ങനെ കുറെ ആൾക്കാരുടെ സംശയമുണ്ട്.